അങ്ങനെ അതുകൊണ്ട് UKG ക്ലാസ് അവസാനിക്കാൻ പോവാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഒരു മാസമേ ഉള്ളൂ. പിന്നീട് അവർ 1-ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ LKG UKG KG കുട്ടികളുടെ ഒരു കിഡ്സ് ഫെസ്റ്റ് നടത്തിയിരുന്നു. ഇതൊക്കെ ആദൂടൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സാണ്. LKG UKG ഉണ്ട്. ഇതൊക്കെ UKGയിലെയും LKGയിലെയും മക്കളാണ്. ഇവരുടെ ഡേ ആയിരുന്നു. ഇവരെല്ലാവരും ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സും ഇവരും രക്ഷിതാക്കളൊക്കെ ചേർന്നൊരു നല്ലൊരു പരിപാടിയായിരുന്നു. വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഓരോ കുട്ടികളും ഓരോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ദമാൻ അതുകൊണ്ടെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. എങ്കിലും ഭയങ്കര ഫ്രണ്ട്സാണ് രണ്ടുപേരും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവനെ. ടീച്ചേഴ്സൊക്കെ ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ പരിപാടി തുടങ്ങി. ഇതാണ് LKG ടീച്ചർ രചന ടീച്ചറാണ്. എന്താ പറയുക, പരിപാടി തുടക്കിയിട്ടത്. പിന്നെ ഓരോരുത്തരായി ക്ഷണിച്ച് ഇവരെല്ലാവരും സംസാരിച്ചു. പിന്നെ ജി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി. ഓരോ മക്കളും പാട്ട് പാടി. പിന്നെ ആക്ഷൻ സോങ് ആയിരുന്നു. എല്ലാ കുട്ടികളും പാടി. നിമിക, അനന്തിത, ഈ കുട്ടി കാണുന്നു ഫസ്റ്റ് എഴുതിയത്. ആദൂട്ടൻ നന്നായിട്ട് പാടിയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ കുട്ടി പാടിയത് അങ്ങ് കോണിലുള്ള പാട്ടാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. അൻഷിമ. പിന്നെ സാൻവിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ആദവെങ്ങാനും ഡാൻസ് കളിച്ചിരുന്നു. ശേഷം ഇവരുടെ മിഠായി തുടങ്ങി. ഇവരുടെ പരിപാടി കണ്ടിട്ടാലും കൂടുതലിഷ്ടം തോന്നിയത് അവരുടെ കളി കാണാനാണ്. ഞങ്ങളുടെ വീട്ടിലൊരാളെയാണ് നോക്കുന്നത്. മക്കളെ എങ്ങനെ നോക്കുന്നോളൂ എന്നായി എല്ലാവരും ഒരുപോലെ വായ്പൊക്കെ തുടങ്ങി. കളക്ക വരച്ചു, മിഠായി വൃക്കളൊക്കെ വരച്ചു. ഇത് നീന്തിക്കളി. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. എനിക്ക് ആ കൂട്ടത്തിൽ ഇതായിരുന്നു ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഓരോ കുട്ടികൾ കരയുന്ന കണ്ടു. എൻ്റെ തട്ടിപ്പറിച്ചു, എനിക്ക് മിഠായി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മിക്ക് വീണ് ഉരുളലായിരുന്നു. രസമല്ലേ അല്ലേ? പിന്നെ മിഠായിയൊക്കെ കൗണ്ട് ചെയ്താൽ കൊണ്ടുപോയി. കൗണ്ടൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബലൂൺ പൊട്ടിക്കലായിരുന്നു. ബലൂൺ പൊട്ടിച്ച് ലാസ്റ്റ് അതും കരച്ചിലായി. കരച്ചിൽ കാണാൻ തന്നെ ഒരു രസമാണ്. അതോട്ടിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര കേട്ടോ. അവനൊക്കെ നേരത്തെ ഔട്ടായി. പക്ഷെ അതിൻ്റെ സങ്കടമൊന്നും അവനില്ല. അവൻ മാക്സിമം പ്രോത്സാഹിപ്പിക്കും എല്ലാവരെയും. വേണമെങ്കിൽ ബലൂൺ പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞു ഉച്ചഭക്ഷണത്തിനിരുന്നു. ഇവൻ കഴിക്കില്ല, ഞാൻ കഴിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാനങ്ങ് മാറി നടന്നു. ദാരുഷ് അതോട്ടിൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, ഫ്രണ്ടാണ്. അങ്ങനെ അവർ സംസാരിച്ച് ചോറ് മാത്രം തീർന്നില്ല. ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർക്ക് പാട്ട് വെച്ച് കൊടുത്തു. കുറച്ച് സമയം തുള്ളി കളിക്കാൻ. അതോടനെ ഓൾറെഡി പാട്ട് കേട്ട തൂങ്ങും. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് അവർ തമ്മിൽ അടികഴിഞ്ഞൊക്കെ കണ്ടു. കുറേ എണ്ണം തുള്ളി നടക്കുന്നുണ്ട്. പാട്ട് ഞാൻ ഇടുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാകും. ഒന്നുകൊണ്ട് പാട്ട് ഇടുന്നില്ല. അങ്ങനെ വീണ്ടും പരിപാടി തുടങ്ങാൻ നേരം വരെ അവർ കളിച്ചു. കുറേ തിമിർത്തു, വേർത്തൊഴുകി അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് കസേരക്കളി തുടങ്ങി. 2 സെക്ഷനായിട്ടായിരുന്നു കസേരക്കളി. കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. അടിയാവണ്ടെന്ന് കരുതി ഒക്കെ കഴിഞ്ഞു. അതിന് യാമിക്കും ഷഹസാദിനായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടിയത്. മക്കളുടെ കളി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അമ്മമാർക്കുള്ള സെക്ഷനായിരുന്നു. ബലൂൺ പൊട്ടിക്കലും കസേരക്കളിയും.
ബലൂൺ പൊട്ടിക്ക. ഇവരുടെ വാശിയേറിയ മത്സരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള കസേരക്കളി ഉണ്ടായിരുന്നു. ഇതിൽ ഫൈനലിസ്റ്റ് എത്തിയത് ഇവർ രണ്ടുപേരുമാണ്. പിന്നീട് സമ്മാനദാനമായിരുന്നു. ആദ്യവട്ടനും കിട്ടി കേട്ടോ. ആക്ഷൻ സോങ്ങിന് എല്ലാ മക്കൾക്കും സമ്മാനം കൊടുത്തു. വൈകുന്നേരമായി. എല്ലാ മക്കൾക്കും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കായി. അങ്ങനെ നല്ലൊരു ദിവസം അങ്ങനെ കടന്നുപോയി. സമ്മാനം വാങ്ങിയ എല്ലാ മക്കളുടെയും രക്ഷിതാക്കളൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ. പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഇവരുടെ UKG ക്ലാസ് അവസാനിക്കാൻ പോവാണ്. മാർച്ച് എക്സാം കഴിഞ്ഞാൽ ഇവർ വലിയ കുട്ടികളായി. അങ്ങനെ 1ാം ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് എല്ലാവരും. നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും നന്നായി സഹകരിച്ചു എന്ന് തോന്നി. ഒരു ദിവസം എത്ര നല്ല ഓർമ്മകളാണ് പിന്നീട് ഈ ഫോട്ടോസ് കാണുമ്പോൾ ഉണ്ടാവുക. ആദ്യമായിട്ട് വലുതാകുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഓർമ്മകളാണ് ഇതൊക്കെ. അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ടീച്ചേഴ്സും അവനെ ഗൈഡ് ചെയ്യുന്ന എല്ലാവരും, അവൻ്റെ ഫ്രണ്ട്സും, ഈ ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഉള്ള ഓർമ്മകൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് അവനുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചാണ്. ഓരോ ഓർമ്മകളായിരിക്കില്ലേ കുറേ വലുതാകുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.